അപ്പോൾ അരളിപ്പൂ വില്ലനാണോ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ച. അരളിപ്പൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പൂവാണ് ഈ അരളിപ്പൂവ്. പ്രസാദത്തിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നും ആ അരളിപ്പൂവാണ് ഇട്ട് നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഇതിൽ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പൂജയ്ക്ക് അരളിപ്പൂവ് ഉപയോഗിക്കാമോ, തുടർന്ന് ഉപയോഗിക്കാമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം ഇപ്പോൾ ആയിട്ടില്ല. മരണകാരണം അരളിപ്പൂവാണെന്ന് തെളിഞ്ഞാൽ പൂജാകർമ്മങ്ങളിൽ നിന്നും അരളി ഒഴിവാക്കാൻ വൈകില്ല എന്നും ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. ആലപ്പുഴയിലെ നഴ്സ് സൂര്യയുടെ മരണം ഗൗരവതരമായ വിഷയമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു. തൽക്കാലം വിലക്കില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ ഇതിലൊരു മാരകമായിട്ടുള്ള വിഷമംശമൊക്കെയുള്ള കാര്യങ്ങൾ തെളിവിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വിഷയം തന്നെയാണ്. ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ IMAയുടെ പ്രതിനിധി നമ്മളോടൊപ്പം തത്സമയം ചേരും. ഒപ്പം ഡോക്ടർ ആൻഡോ PV HOD ആണ്, ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്, സെന്റ് തോമസ് കോളേജ്. രണ്ടുപേരാണ് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. ആദ്യം ഡോക്ടർ ശ്രീജിത്തിലേക്ക്. ഡോക്ടർ ശ്രീജിത്ത്, അതായത് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഈ അരളി വില്ലനാകുമോ, വിഷാംശമുണ്ടോ, ജീവൻ എടുക്കുന്ന ഒരു വസ്തുവാണോ എന്നത് അതിന് ആധാരമാകുന്നത് ഈ സൂര്യ എന്ന പെൺകുട്ടിയുടെ മരണമാണ്. അല്ലാതെയും നേരത്തെ തന്നെ അരളിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ, കാരണം സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയർത്തിയതും ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളതാണ്. ഈ അരളിയുടെ യാഥാർത്ഥ്യം എന്താണ്? അല്ല, അരളി തീർച്ചയായിട്ടും ടോക്സിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ചെടിയാണ്. അതിനകത്ത് അതിൻ്റെ പൂവോ കായോ ഇലകളോ ഒക്കെ പിന്നെ പലതരത്തിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ചെടിയാണ്. അത് ശരീരത്തിൻ്റെ വിവിധ സിസ്റ്റംസിനെ എഫക്റ്റ് ചെയ്യാം. അത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യാം, ഹൃദയത്തിൻ്റെ താളവ്യതിയാനങ്ങൾ ഉണ്ടാകാം, ഈ പിന്നെ ശരീരത്തിലെ ലവണങ്ങളെ എഫക്റ്റ് ചെയ്യാം, പൊട്ടാസ്യത്തിൻ്റെ അളവിനെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ പിന്നെ ഉദരത്തിൽ പിന്നെ നമുക്ക് പിന്നെ ഛർദി, ഓക്കാനും കാഴ്ചയിലെ പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ ശരീരത്തിൻ്റെ വിവിധ പിന്നെ തൊലിപ്പുറത്ത് പിന്നെ റാഷസും മറ്റും ഉണ്ടാകാം. അങ്ങനെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കാൻ കെൽപ്പുള്ള ഒരു ചെടിയാണ് ഈ അരളിച്ചെടി. അതിൻ്റെ ഞാൻ ഈ സൂചിപ്പിച്ചത് മാതിരി പിന്നെ അതിൻ്റെ ഇലയായാലും അതിൻ്റെ തണ്ടായാലും വേരായാലും കായായാലും അതുപോലെ പൂവായാലും ഒക്കെ ഇത്തരത്തിലുണ്ടാക്കാം. പക്ഷേ സാധാരണഗതിയിൽ ഒരു വലിയ അളവിൽ പിന്നെ ഒരു ഇലകളോ അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ കായോ ഒക്കെ ഉള്ളിൽ പോകുമ്പോഴാണ് അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചെറിയ അളവിൽ പോകുമ്പോൾ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറ്. ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കാനും ഛർദി തുടങ്ങിയവ. പക്ഷേ ശരീരത്തിൻ്റെ ലവണങ്ങളിൽ, പ്രത്യേകിച്ച് പൊട്ടാസ്യത്തിൽ ഉണ്ടാകാവുന്ന വ്യതിയാനം ഗുരുതരമായിട്ടുള്ള പിന്നെ ഹൃദയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാം. അപ്പോൾ ചില ആളുകൾക്ക് ചെറിയ ഡോസിൽ തന്നെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അപ്പോൾ ഈ പിന്നെ പ്രത്യേക സംഭവത്തിൽ ഇതേ തുടർന്നാണോ എന്നുള്ള വിശകലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, ഇത് തീർച്ചയായിട്ടും വിഷാംശമുള്ള ഒരു ചെടിയും പൂവും തന്നെ. ഡോക്ടർ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീടുകളിലും ഗ്രാമങ്ങളിലും ഇവിടെ നഗരങ്ങളിൽ പോലും ഒരു അലങ്കാര പുഷ്പമായി ഇത് ഉപയോഗിക്കുന്നു. ഇത് പൊഴിഞ്ഞ് നിലത്ത് വീഴാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മുതിർന്നവർക്കൊക്കെ അറിയാം ഇത് ടോക്സിക്, ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾ വളരെ കൗതുകത്തോടു കൂടി വന്ന് എടുക്കാം. മുറ്റത്ത് വീഴുമ്പോൾ, മഴയുള്ള കാലത്തോ അല്ലാതെയൊക്കെ മുറ്റത്ത് വീഴുമ്പോൾ കൗതുകത്തോടെ എടുക്കാം. കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ വായിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ അളവ് വളരെ പ്രധാനമെന്ന് പറയുമ്പോൾ, അതായത് മുതിർന്നവരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ടോക്സിക്കിൻ്റെ ലെവൽ എന്തായാലും അറിയാം. കുഞ്ഞുങ്ങളിലേക്ക് ആകുമ്പോൾ അതൊക്കെ എത്രത്തോളം അതിൻ്റെ അളവുകൾ അപകടകാരിയേക്കാം. ഒരു സ്പെസിഫിക് ടോക്സിക്കിൻ്റെ അളവ് പറയാവുന്ന ഒരു സാഹചര്യമുണ്ടോ? സാധാരണ ലിറ്ററേച്ചറിൽ പറയുന്നത് ഈ ഒരു 5 ഇല വരെ പിന്നെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അളവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. ഇത് പാടില്ല എന്നുള്ളതാണ്. അത് ഏതളവിലോ ആകട്ടെ. കാരണം ഞാൻ ഈ സൂചിപ്പിച്ചത് മാതിരി ചില ആളുകൾക്ക് ചെറിയ അളവിൽ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില ആളുകൾക്ക് വലിയ അളവിൽ ചെന്നാൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ നൽകാവുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ചെറിയ അളവിൽ പോലും നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോ ഇത് പോകാൻ കാരണമാകാൻ പാടില്ല എന്നുള്ളതാണ്.
ഡോക്ടർ, ഇവിടെ ഇന്നറിയാലോ നമുക്ക് ഏറ്റവും കൂടുതൽ പൂജാ ദ്രവ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കാലങ്ങളായി തന്നെ പൂജ എന്ന് പറയുമ്പോൾ പ്രസാദത്തിലൊക്കെ വീട്ടിലൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉത്സവകാലമായിരുന്നു. അന്നൊക്കെ ഈ പ്രസാദം കഴിപ്പിച്ചിട്ട് വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പുഷ്പം ഈ അരളിപ്പൂവാണ്. അതെങ്ങനെ അത് ഈ പ്രസാദത്തോടൊപ്പമൊക്കെ ചേർന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇന്നിപ്പോൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് ദേവസ്വം ബോർഡ് അതിനെ കാണുന്നതും അവർക്കും അതിൻ്റെ ഈ ഒരു ആശങ്ക, ഒരു കൺസേൺ അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊരു ജാഗ്രത നൽകാൻ കഴിയുന്നത് എന്താണ്? അല്ല, ഞാൻ ഇപ്പോൾ ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ പറയുന്നത് നമ്മൾ എഡിബിൾ അല്ലാത്ത ഒരു സാധനവും കഴിക്കരുതെന്നുള്ളതാണ്. അത് ഈ പൂവെന്നല്ല, ഏത് പൂവാവട്ടെ, അത് പിന്നെ പിച്ചിപ്പൂവാവട്ടെ റോസാപ്പൂവാവട്ടെ, ഇതൊന്നും നമ്മൾ കഴിക്കേണ്ട വസ്തുക്കളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈവൻ ഞാനൊരു ഡയബറ്റീസ് ഒക്കെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ എന്നെ ഏറ്റവും അധികം അലട്ടുന്നത് പഞ്ചസാരയും ശർക്കരയും അരിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നൈവേദ്യങ്ങൾ നമുക്ക് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയുള്ള നൈവേദ്യങ്ങൾ, കുറച്ച് പ്രോട്ടീനിന്റെ ഒക്കെ മാത്രമല്ല ശ്രീ ചിത്ത്, അതായത് ദേവിക്കോ ദേവനോ വാശിയില്ല ഈ അരി തന്നെ ഉപയോഗിക്കണമെന്ന് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ പൂജയൊക്കെ ചെയ്യുമ്പോൾ അത് ഏത് പൂവോ ആയിക്കൊള്ളട്ടെ, സാധാരണഗതിയിൽ നമുക്ക് കുറച്ചുകൂടി പിന്നെ ഈ ടോക്സിസിറ്റി അധികം ഇല്ലാത്ത പൂക്കൾ മാത്രമല്ല. നമുക്ക് ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും പിന്നെ ഇത്തരം എഡിബിൾ അല്ലാത്ത സാധനങ്ങൾ, നമ്മൾ സാധാരണ പൊതുവിൽ കഴിക്കാത്ത തരത്തിലുള്ള സംഗതികൾ നമുക്ക് അല്ലാതെ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കളിൽ കഴിയുന്നതും ഇത്തരത്തിലുള്ള പൂക്കൾ, അത് ഏത് പൂവായാലും ഇടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ അരളി പോലെയുള്ള പിന്നെ ഇതുപോലെയുള്ള പിന്നെ ചെടികളും ചെടിയുടെ പൂക്കളും ഇലകളും ഒക്കെ എടുക്കാതിരിക്കുക. മാത്രമല്ല, ഈ മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കന്നുകാലികളും ഒക്കെ ഇത് കഴിക്കുന്നത് കൊണ്ട് അവർക്കും പിന്നെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇത് വളർത്തേണ്ടെന്നല്ല, പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് സാമൂഹ്യപരമായിട്ട് നമ്മൾ പിന്നെ നൈവേദ്യങ്ങളും മറ്റ് പ്രസാദങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അത് ഇപ്പോഴുള്ള പല നിവേദ്യങ്ങളും പ്രസാദങ്ങളും ഒക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അത് അന്നത്തെ പിന്നെ ഒരു പരിസ്ഥിതിക്കൊക്കെ യോജിച്ചവയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാലാനുസൃതമായി കുറച്ചുകൂടെ പരിഷ്കരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. തീർച്ചയായും ഡോക്ടർ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അരളി ടോക്സിക് ആണ്, അരളി വിഷാംശം ഉള്ളതാണ്. നമ്മൾ കുഞ്ഞുങ്ങളടക്കം നമ്മളടക്കം ഉള്ളിൽ ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം നമുക്ക് നൈവേദ്യങ്ങളിൽ നമ്മൾ തെറ്റിപ്പൂവോ അല്ലെങ്കിൽ മറ്റ് തുളസി പൂവോ ഒന്നും ഇടുന്നത് പോലെയല്ല ഇത് എന്നുകൂടി നമ്മൾ ഓർക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഡോക്ടർ ആൻഡോ പി വി, ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്, സെന്റ് തോമസ് കോളേജിലെ ഹെഡാണ്. ഡോക്ടർ ആൻഡോ പി വി, ഇത് സംബന്ധിച്ച് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അരളി വില്ലനാണോ? അരളി വില്ലനാണ്. യഥാർത്ഥത്തില് ഇന്ന് പറയുന്ന രീതിയിലുള്ള പലരും പറയുന്നു ചെറിയൊരു തണ്ട് കടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ പൂവ് രുചിച്ചു നോക്കുമ്പോഴേക്കും അതൊരു മരണകാരണമായി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഒരുപാട് പോയ്സണസ് ചെടികളുള്ള ഭൂമിയിൽ ഒരുപാട് പോയ്സണസ് ചെടികളുണ്ട്. അതിലൊന്ന് മാത്രമാണ് അരളി. ആ അരളിയുടെ ഒരു ഇലയോ അല്ലെങ്കിൽ 2-3 ഇലയോ കഴിക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തില് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ സാധ്യതയില്ല മനുഷ്യന്. എന്നാൽ നമ്മൾ വേണമെന്നുള്ള ഒരളവ് എന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് അതിന്റെ ജ്യൂസോ അല്ലെങ്കിൽ 5 ഇലയേക്കാൾ കൂടുതൽ ഇലയുടെ ഭാഗമോ അല്ലെങ്കിൽ 15 ഗ്രാമിനേക്കാൾ കൂടുതൽ അതിന്റെ റൂട്ടിന്റെ ഭാഗമോ കഴിക്കാൻ ഇടവന്നാൽ മാത്രമേ അത് മരണത്തിന് കാരണമാവുള്ളൂ എന്നാണ് പഠന റിപ്പോർട്ടുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഒരുപാട് ചെടികള് ഈ വിഭാഗത്തിൽ പെടുന്ന, ഈ ഫാമിലിയിൽ പെടുന്ന ഒരുപാട് ചെടികളുണ്ട്. അവരൊക്കെ പോയ്സണസ് ആണെങ്കിലും ഇത്ര കണ്ട് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് അടുത്ത് വരുന്ന ഒരു ചെടി, അതായത് നമ്മുടെ നിവേദ്യങ്ങളിലൊക്കെ അത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനുഷ്യനായിട്ട് ഏറ്റവും അടുത്ത് വന്നു നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ചെടികൾ റോഡ് സൈഡുകളിൽ വെച്ച് പിടിപ്പിക്കുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം എന്റെ മനസ്സിൽ ജനിപ്പിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ചെടീനെ ഉന്മൂലനം ചെയ്യാൻ ആളുകൾ ശ്രമിക്കുമോ എന്നുള്ളൊരു പേടിയും കൂടി എന്റെ മനസ്സിൽ യഥാർത്ഥത്തിലുണ്ട്. നമ്മള് ഇതിനെ കാണേണ്ട രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവായിട്ട് കണ്ടിട്ട്
അത് കഴിക്കാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പം അതുകൊണ്ട് നമുക്ക് സംഭവിക്കില്ല. നമ്മുടെ കയ്യിലെടുക്കുന്നതുകൊണ്ടോ എല്ലാം നമ്മളൊന്ന് തൊടുന്നതുകൊണ്ടോ യാതൊരു അപകടം നമുക്ക് ഉണ്ടാവില്ല. മനഃപൂർവ്വം നമ്മൾ ഒരു നിശ്ചിത ഒരു കാര്യം നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ഈ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ കൺസേൺ ഉള്ള ആളുകളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുക എന്നുള്ളതും അതിനൊരു കാലതാമസം ബോധപൂർവം അല്ലെങ്കിൽ അല്ലാതെ വരുത്തുന്നവരുമാണ്. അപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇനി ഈ ചെടിയെ ഇല്ലാതായി കളയാം എന്ന് ചിന്തിക്കുകയും അരുത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഇല, വേര്, തണ്ട് ഇതൊക്കെ തന്നെ ഉണങ്ങിയ ഇത് നമുക്കറിയാം. നമ്മൾ അധികം വളർന്നു കഴിഞ്ഞാൽ വെട്ടും, മൂടോടെ വെട്ടുകയോ അല്ലെങ്കിൽ കോതിയോ വിടും. ആ കോതി വിടുന്ന അംശങ്ങൾ, അതിൻ്റെ വേസ്റ്റ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് കത്തിച്ചിട്ട് പോലും കത്തിച്ചതിൻ്റെ പുക ശ്വസിച്ചവർക്കും ചില അളവിൽ ടോക്സിക് ശരീരത്തിൽ ചെന്നിട്ടുണ്ട്, വിഷാംശം ചെന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ സത്യമുണ്ടോ? അതായത് പുക ഓൾറെഡി ഒരു പോയ്സണസ് ആണ്. കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ അതിന്റെ കൂടെ ഇതിന്റെ പോയ്സണസിന്റെ എമൗണ്ട് കൂടി വരുമ്പോൾ അത് ഇരട്ടിയായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇത് മാത്രമാണ് അതിന് കാരണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ കത്തിത്തീരുമ്പോൾ ഉണ്ടാവുന്ന പുക അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് തന്നെ എത്തിച്ചേരുക എന്ന് പറയുന്നത്, അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. 100% ഒന്നും നമുക്കത് ആ കത്തിക്കുന്ന ചെടിയുടെ ശ്വസിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ ശ്വസിച്ചു അപകടം ഉണ്ടായി എന്ന് പറയുന്നതിൽ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും വില്ലനായിട്ട് വരാനുള്ള സാധ്യത എനിക്ക് പറയാനുണ്ട്. ശ്രീ ആൻഡോ, നമുക്ക് ഇത്തരത്തിലുള്ള വളരെ നമ്മൾക്ക് കൗതുകം കൊണ്ടും നിറം കൊണ്ടും നമുക്ക് ആകർഷക വസ്തുവായിരിക്കാം, പക്ഷേ അതിനുള്ളിൽ പതിഞ്ഞിരിക്കുന്ന ആ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വിഷം മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊക്കെ വിഭാഗം ഉണ്ടായിരിക്കാം. കാരണം എരിക്കുണ്ട്, ഒതളങ്ങക്ക, അതൊരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഡോക്ടർക്ക് ഒന്ന് പറയാൻ കഴിയുക? അപ്പോസൈനേസിയ മെമ്പേഴ്സിന് മുഴുവനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഒരു വൈറ്റ് എക്സിഡേഷൻ, മിൽക്കി ലാറ്റക്സ്. ഈ മിൽക്കി ലാറ്റക്സ് പൊതുവെ അപകടകാരിയാണ്. നമ്മൾ ആരും അതിപ്പോ നമ്മുടെ മഞ്ഞ കൊളാമ്പി ആണെങ്കിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു വെള്ള ജ്യൂസ്, ഒരു മിൽക്കി ലാറ്റക്സ് വരും. ആ മിൽക്കി ലാറ്റക്സ് പുറപ്പെടുവിക്കുന്ന മിക്കവാറും ചെടികൾ അത് പോയ്സണസ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഭക്ഷ്യയോഗ്യമല്ല ആ വസ്തുക്കൾ. അപ്പൊ ആ ചെടികളെ നമ്മൾ മാറ്റി നിർത്താറാണ് പതിവ്. അപ്പൊ ഈ ഫാമിലിയിൽ പെടുന്ന ഒട്ടനവധി ചെടികൾ പോയ്സണസ് ആണ്. അവരൊന്നും നമ്മൾ ഉപയോഗത്തിൽ വരുന്നില്ല. ഈ എരിക്ക എന്ന് പറയുന്നത് അതിന്റെ ഇലകള് നമ്മള് ഇലക്കിഴിയിൽ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കോണ്ടാക്ട് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ഇടവരികയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് അപകടകാരിയല്ല. ഇതിന്റെ സാമീപ്യം എത്രത്തോളം നമുക്ക് ഭയമുളവാക്കുന്ന ഒരു എന്തെങ്കിലും സാഹചര്യമുണ്ടോ? സ്മെല്ല് ചെയ്യുന്നതോ? ഒന്നും ഭയം ഉളവാക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനഃപൂർവ്വം നമ്മൾ മരിക്കാനായിട്ട് കഴിച്ചാൽ മാത്രമേ അത് മരിക്കാനായിട്ട് ഇടവരുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇതിന്റെ എല്ലാത്തരം മധുരമുള്ള ടേസ്റ്റ് ഒന്നല്ല, നമ്മൾ വായിൽ വെക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നാവുന്ന ഒരു ടേസ്റ്റ് ഒന്നല്ല, ചവറപ്പാണ് ഇതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്ന വിചാരിക്കാൻ ഇവിടെ ശ്രീ ആൻഡോ, ഇവിടെ ഈ സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടിയും യാദൃശ്ചികമായി, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകുമ്പോൾ പലരും വഴിയിൽ നീളയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ സസ്യങ്ങളൊക്കെ ഉള്ള ഇടങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ പോകുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റേതോ ഗൗരവത്തോട് സംസാരിക്കുന്നു, പോകുന്ന വഴിക്ക് ഒരു ഇല എടുത്തിങ്ങനെ വായിലിങ്ങനെ ചവച്ച് പോവുകയായിരുന്നു. അപ്പോൾ അത് ഒരു ബോധപൂർവ്വം അതിനെ ഏറ്റുവാങ്ങിയല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേർക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിരിക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ നിവേദ്യങ്ങളിലൊക്കെ ഈ പുഷ്പം വരുന്നു. അപ്പോൾ ഇതിന്റെ അളവാണ്, ഈ ക്വാണ്ടിറ്റിയാണ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ക്വാണ്ടിറ്റിയാണ് പ്രധാനപ്പെട്ടത്. ഒരു സിംഗിൾ ഇല നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയോണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ്, മനുഷ്യ ശരീരത്തിൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഡോക്ടർ ശ്രീജിത്ത്, എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഈ നേരത്തെ ചിലപ്പോൾ ഈ കുന്നിക്കുരുവൊക്കെ ഇടിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വായിലൊക്കെ ഇട്ട് ചവച്ച് കഴിക്കുന്ന ശീലം, അല്ലെങ്കിൽ കാണുമ്പോഴുള്ള കൗതുക വായിൽ വെറുതെ ഇട്ടേക്കും, അത് വെറുതെ അലിച്ച് വായിലേക്ക് പോകാം. പിന്നെ ഇതുപോലെ തന്നെ ഈ പുഷ്പത്തിൻ്റെ കാര്യമായാലും ഇതൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ രോഗാവസ്ഥ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തായിരിക്കാം വലിയ അളവിൽ പോയാൽ? പിന്നെ നമുക്ക് പൊതുവിലുള്ളൊരു ധാരണ, ഈ നമുക്ക് ചുറ്റുമുള്ള ഇലകളും ചെടികളും കായ്കളും ഒക്കെ നാച്ചുറലാണെന്നും ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സേഫാണ് എന്നും നമുക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മോഡേൺ മെഡിസിനൊക്കെ പലരും ആൾക്കാർ പറയും മെഡിസിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്, പക്ഷേ ബാക്കിയെല്ലാം നാച്ചുറലാണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല. അത് വലിയൊരു അബദ്ധധാരണയാണ്. കാരണം ഈ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും കൊടിയ വിഷാംശങ്ങൾ ഉള്ളത്
പലതരത്തിലുള്ള കായ്കളിലും ചെടികളിലും ഒക്കെ തന്നെയാണ്. നമുക്കറിയാം ഉദളങ്ങയൊക്കെ വളരെ വളരെ പോയ്സണസ് ആണെന്നുള്ളത് അറിയാം. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് നമ്മൾ സാധാരണ ഇപ്പം നേരത്തെ ഡോക്ടർ ആൻഡോ സൂചിപ്പിച്ചത് മാതിരി ഇതിനകത്ത് നമ്മുടെ ഒരു ഡോസ് റിലേഷൻ പ്രധാനം തന്നെയാണ്. അതായത് എത്ര നമ്മൾ കഴിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ അതിൻ്റെ മറുവശത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷം ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എത്ര ഉള്ളിൽ ചെല്ലണം എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഡോസ് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു അളവെന്ന് പറയുന്നത്. പക്ഷെ ചില ആളുകൾക്ക് അതിൽ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരളവും ഉള്ളിൽ പോകുന്നത് നല്ലതല്ല. അതിനർത്ഥം അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പം നമുക്കുള്ളൊരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോൾ നിപ്പ വരുമ്പോൾ എല്ലാ വവ്വാലുകളെയും നമ്മൾ ഇല്ലാതാക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഇത് അറിയുമ്പോഴേക്കും എല്ലാ അരളിച്ചെടികളും വെട്ടിക്കളയും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളാരും ഇത് കഴിക്കുന്നില്ല. എത്രയോ വർഷമായി നമ്മുടെയൊക്കെ ചുറ്റും ഇതുണ്ട്. ഇന്ന് വരെ നമ്മളാരും ഇത് കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസാദം ഉൾപ്പെടെയുള്ള നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ഉൾപ്പെടുവാൻ സാധ്യതയുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും, അത് പൂക്കൾ മാത്രമല്ല, ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അത് ബോധപൂർവം അല്ലാതെയോ ഇല്ലാതാകാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ മലയാളി അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ അറിയാൻ അല്പം വൈകിപ്പോയോ? ഇല്ലില്ല, ഞാൻ അതിലേക്കാണ് ഈ വരുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്ന എന്ത് ഭക്ഷണ പദാർത്ഥവും സേഫ് ആയിരിക്കണം. അത് കുക്ക് ചെയ്തതായാലും കുക്ക് ചെയ്യാത്തതായാലും അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതായാലും വീട്ടിലുണ്ടാക്കുന്നതായാലും വഴിയോരത്തിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പം ഫുഡ് സേഫ്റ്റി ഒരു 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 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഫുഡ് സേഫ്റ്റിയിൽ നമ്മൾ സ്വാഭാവികമായി ഉപയോഗിക്കാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റും, അതായത് ഒരു ചേരുവയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള പൂക്കളും കായ്ക്കളും അതിനകത്ത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിൽ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അഥവാ നമുക്കിപ്പോൾ പൂജയൊക്കെ ചെയ്യണമെങ്കിലും അതിനുള്ളിലേക്ക് ഇടണ്ട, അതിന് ചുറ്റും പൂജ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു തോർത്തിലോ മറ്റോ നമ്മൾ ഇത് ചെയ്യുക. കാരണം ഇത് മാത്രമല്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പം ചിലതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യം ഉണ്ടാകാം, ചിലതിനകത്ത് ചില ബാക്ടീരിയൽ സ്പോർ പോലുള്ള സംഗതികൾ ഉണ്ടാകാം, ചില തരത്തിലുള്ള ടോക്സിനുകൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ എല്ലാം കൂടെ ഒരുമിച്ച് ശേഖരിക്കുമ്പോൾ അത് ഇതിൻ്റെ തന്നെ ഒരു ടോക്സിസിറ്റി ആയിക്കൊള്ളണമെന്നില്ല, ഇതിൽ വളരാവുന്ന മറ്റ് പദാർത്ഥങ്ങളുടെ ആകാം. അപ്പോൾ അതുകൊണ്ട് കഴിക്കാനുള്ള വസ്തുക്കളിൽ, കഴിക്കാൻ ഉപയോഗിക്കാത്ത ഒരു സാധനവും കഴിക്കാനുള്ള വസ്തുക്കളിൽ ഇടകലർത്താതിരിക്കുക എന്നത് പ്രധാനമാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു. തീർച്ചയായും അരളിപ്പൂവ് അപകടകാരിയോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ആൻഡോ, ഈ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതല്ലേ? കാരണം ഇടകലർന്നുള്ള ചെടികൾക്കൊപ്പം തന്നെ അരളിയും പ്രധാനപ്പെട്ട ഇനമായി മാറാം. മാത്രമല്ല പെട്ടെന്ന് ഒരു മഴയോ അല്ലെങ്കിൽ വാടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് താഴേക്ക് പതിക്കാവുന്ന ഒരു പുഷ്പങ്ങളിലൊന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ചെന്ന് എടുത്തേക്കാം. അപ്പോൾ ഒരു കരുതൽ കാര്യത്തിൽ ആ രീതിക്ക് എങ്ങനെ വേണം? അപ്പം ഇത് സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ഇത്ര എമൗണ്ട് എന്നുള്ള രീതി നമുക്ക് പറയാറായിട്ടില്ല ഇപ്പോഴും. ഓരോ വ്യക്തിക്കനുസരിച്ച് നമുക്ക് എമൗണ്ടും ക്വാണ്ടിറ്റിയും ഒക്കെ വളരെ വ്യത്യാസമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഈ അരളിപ്പൂവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഇതിന്റെ കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ പലപ്പോഴും പല അസുഖങ്ങൾക്കും നമ്മൾ ചെടികളും ഒറ്റമൂലികളായിട്ട് മരുന്നായിട്ട് കഴിക്കാറുണ്ട്. ഉദാഹരണത്തിന് പ്രഷർ കുറയ്ക്കാനായിട്ട് ഇരുമ്പാമ്പുള്ളിയുടെ ജ്യൂസ് കഴിക്കുന്ന ഒരു പരിപാടി. പ്ലാന്റിന്റെ ഏത് മെറ്റീരിയൽ നമ്മൾ കഴിച്ചാലും അത് ഒരാഴ്ചയിൽ കൂടുതൽ തുടർച്ചയായിട്ട് കഴിക്കാൻ പാടില്ല, മരുന്നാണെങ്കിൽ പോലും. കാരണം അനവധി ഇൻഗ്രീഡിയൻസ് നോർമലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് മെറ്റീരിയൽസിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് സുലഭമായിട്ട് എന്നും കഴിക്കാമെന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തില് വേറൊരു അപകടത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. ഈ അരളിപ്പൂവിന്റെ കേസിൽ കുട്ടികൾ വീടുമുറ്റത്തുണ്ടെങ്കിൽ വീണ് കിടക്കുന്നത്, ഞാൻ അതിന് മുന്നേ തന്ന എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആണ്. കുട്ടികള് ഒരു കഴിക്കണ ഒരു സാധനം, ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം കഴിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അവർക്ക് വായിക്ക് ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ മാത്രമേ അവർ കഴിക്കാൻ ഇടവരുള്ളൂ. ചവറപ്പുള്ള ഈ പൂവോ ഇതിന്റെ ഇലയോ കഴിക്കാൻ സാധ്യത വളരെ, ഒന്ന് കടിച്ചു നോക്കാം, അല്ലാതെ അത് കഴിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഞാനിത് മുന്നേ സൂചിപ്പിച്ചതുപോലെ മനഃപൂർവ്വം നമുക്കത് കഴിച്ച് നമുക്ക് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന വ്യക്തികളിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഇഫക്റ്റ് ഉണ്ടാവൂ. അല്ലാത്തടത്തോളം അറിയാതെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിക്ക് ടേസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അത് ഒരിക്കലും കഴിക്കാൻ സാധ്യതയില്ല. ഏത് സാധനമായാലും ഏറ്റവും നല്ല മിഠായി പോലും ടേസ്റ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളത് തുപ്പിക്കളയും. അങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്ന ആളുകളാണ് മനുഷ്യര്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇല നമുക്കത്ര ടേസ്റ്റി അല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അത് കഴിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. ശ്രീജിത്ത്, ഡോക്ടർ ശ്രീജിത്ത്, അവസാനമായി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രക്തക്കുഴലുകൾ, ധമനികൾ, ഹൃദയം, നാഡീവ്യൂഹം ഇതിലേക്കൊക്കെ ഉള്ള ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടി പറഞ്ഞാൽ. അതെ, ഓൾറെഡി ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ മാതിരി ഹൃദയത്തിനുണ്ടാകുന്ന തകരാറുകൾ, ഹൃദയത്തിൻ്റെ നാഡീവ്യൂഹങ്ങൾക്കുണ്ട ഉണ്ടാകാവുന്ന തകരാറുകൾ, അതുപോലെ നമ്മുടെ കാഴ്ചയിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. എനിക്ക് ലാസ്റ്റിൽ ഞാൻ ഡോക്ടർ ആൻഡ്രൂ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഗുണപാഠം അരളി വേണോ വേണ്ടയോ എന്നുള്ളതല്ല. നമുക്ക് പരിചിതമല്ലാത്ത ഒരു വസ്തുക്കളും ഇതുപോലെ കഴിക്കരുത്, പ്രത്യേകിച്ച് മരുന്നുകളായിട്ട് ഉപയോഗിക്കരുത്. ഇത് നമുക്ക് ഇതിനകത്തെല്ലാം ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഇലകളും കായകളും പൂക്കളും ഒക്കെ വെറുതെ എടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സൂപ്പർവിഷനും മാനദണ്ഡങ്ങളും ഉണ്ടാവുകയും വേണം. തീർച്ചയായും വളരെ നന്ദി. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവെച്ച ഡോക്ടർ ആൻഡോ, ഡോക്ടർ ശ്രീജിത്ത്, വളരെ നന്ദി അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് രണ്ടുപേരും പറഞ്ഞതിൻ്റെ സംക്ഷിപ്ത രൂപം ഇതാണ്. അരളിപ്പൂവ് ടോക്സിക്കാണ്, അതായത് അതിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജാഗ്രത പുലർത്തണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പൂവുകളായാലും ഇലകളായി ഇത്തരത്തിൽ വിഷാംശമുണ്ട് എന്നുള്ള ജാഗ്രത ഉള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മാത്രവുമല്ല മരണത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അങ്ങനെ ബോധപൂർവവും ആരും കഴിക്കാതിരിക്കുക എന്നുകൂടിയാണ് ഇതിൻ്റെ സന്ദേശം. ചർച്ച അവസാനിക്കുന്നു.